ഹായ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് നല്ലതല്ലെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറ്റുന്നില്ല എന്നുള്ള ചില സൈക്കോളജിക്കൽ റീസൺസിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്താലാണ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ഓഫ് ചെയ്ത് പുറത്ത് വരാൻ പറ്റുക എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഹൗ ടു ബ്രേക്ക് ഓഫ് ഫ്രം എ ടോക്സിക് റിലേഷൻഷിപ്പ്. പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ബിക്കോസ് ഈ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്നൊരു കണ്ടീഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യുന്ന പോലെ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ട്രോമ ബോണ്ടിങ് ഡെവലപ്പായി കഴിഞ്ഞിട്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോരുക എന്ന് പറയുന്നത്. ഒരു ട്രോമ ബോണ്ടിങ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും ആദ്യം വേണ്ടുന്നത് അവെയർനെസ്സും അക്സെപ്റ്റൻസുമാണ്. ഞാൻ നോക്കിയിട്ടൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓൾറെഡി അവെയർനെസ് ഉണ്ട്, ഇതൊരു നല്ല റിലേഷൻഷിപ്പ് അല്ല, ഇതെനിക്ക് ബാഡാണ്, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള അവെയർനെസ് ഉള്ളവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. എന്നിട്ടും അവരില്ലാതൊരു ജീവിതം എന്നുള്ള ആ ഒരു ഫാക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും കുറേ ആൾക്കാരൊക്കെ അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് അല്ലേ. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്നൊരു കാര്യം, നിങ്ങളൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ആ റിലേഷൻഷിപ്പിലിരിക്കുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർ കൂടെ ഉള്ളതിലുള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഓണസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവരെ വിട്ടു പിരിയാനുള്ള ഒരു മടി കൊണ്ടോ ഒക്കെ പലപ്പോഴും അവർ കാണിക്കുന്ന പല ബിഹേവിയേഴ്സിനെ റാഷണലൈസ് ചെയ്യും ഭയങ്കരമായിട്ട്. അതായത് ന്യായീകരിക്കും. അവരെന്നെ അവോയ്ഡ് ചെയ്യുന്നതല്ല, അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, ജോലി തിരക്കായതുകൊണ്ടാണ്, അവർ കള്ളം പറഞ്ഞത് അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഓരോ കാരണമൊക്കെ കണ്ടുപിടിക്കുക. അത് ആക്ച്വലി ശരിക്കും നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇറ്റ്സ് ഓക്കെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺവിൻസിങ് മാറ്റിവെച്ച് ഓണസ്റ്റായിട്ട് അവരുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. അത് വായിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആർ യു ഇൻ ലവ് വിത്ത് ദ പേഴ്സൺ ഓർ ആർ യു ഇൻ ലവ് വിത്ത് ദ പൊട്ടൻഷ്യൽ എന്ന്. അതായത് നിങ്ങളിപ്പോൾ ഉള്ള വ്യക്തിയെ പറ്റി മറ്റാരോടെങ്കിലും പറയുന്ന സമയത്ത് ഈ കുറച്ച് സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ, ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും, പക്ഷെ അതവർക്ക് മനസ്സിലാവുന്നില്ല, അതവർ മാറ്റാൻ റെഡിയാവല്ല, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള അവരുടെ ഒരു വേർഷനെ കാട്ടിയും കൂടുതൽ സേഫ്റ്റി കാണുന്നത് അവർ മാറി ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു വേർഷനിലാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി ചേഞ്ച് ആവണം എന്നുണ്ടെങ്കിൽ അത് അവർ മാത്രം വിചാരിച്ചാലേ ചേഞ്ച് ആവാൻ പറ്റും. അയാൾ ചേഞ്ച് ആവാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര എഫേർട്ട് ഇട്ടുമെന്ന് വിചാരിച്ചാലും അയാൾ ചേഞ്ച് ആവില്ല. അവർ സ്വയം വിചാരിച്ചാലേ ആ പ്രോസസ്സ് നടക്കുള്ളൂ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഈ പറയുന്ന അക്സെപ്റ്റൻസും അവയർനെസ്സും ഒക്കെ നിങ്ങൾക്ക് വന്നു, നിങ്ങൾ ബ്രേക്കപ്പ് ആവാൻ റെഡിയായി തന്നെ ഇരിക്കുകയെന്ന് വെച്ചോ. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വന്ന് ബ്രേക്കപ്പ് ഇനിഷ്യേറ്റ് ചെയ്യാന്ന് പറയുന്നതിൻ്റെ ചാൻസസ് വളരെ ലോയാണ്. അപ്പം മിക്കവാറും നിങ്ങൾ തന്നെ അത് ചെയ്യേണ്ടി വരും. ഇറ്റ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് കറേജ്. കാരണം അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് വരും നമുക്ക്. ഗിൽറ്റ്, ഷെയിം, റിഗ്രറ്റ്, ഫിയർ, അങ്ങനെ ഒരുപാട് ഇൻറ്റൻസ് ഇമോഷൻസ് വരും നമ്മളായിട്ട് ആ ബ്രേക്കപ്പ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതൊക്കെ നമ്മുടെ ഇമോഷൻസ് ആണ്. നമ്മുടെ ഇമോഷൻസ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ കൺട്രോളുള്ള കാര്യമാണ്. പാർട്ട്ണറിനെ ചേഞ്ച് ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ലെങ്കിലും നമ്മളെ ചേഞ്ച് ആക്കുക, നമ്മുടെ ഇമോഷൻസ് ഡീൽ ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി അണ്ടർ അവർ കൺട്രോളുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കൺട്രോളിൽ നിന്നില്ലെങ്കിലും യു ക്യാൻ ഓൾവേസ് ഗോ ആൻഡ് സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങളുടെ ബ്രേക്കപ്പ് ജേർണി, മൂവിങ് ഓൺ, ഹീലിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദിസ് അലോൺ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് തോന്നിയ കുറച്ച് ടിപ്സ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ദ വെരി ഫസ്റ്റ് ടിപ്പ്, പലർക്കും ഇത് ചെയ്യാനോ ഇതിനോട് യോജിക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗോയിങ് നോ കോൺടാക്ട് വിത്ത് യുവർ എക്സ്. ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഇത്രയും നാൾ അവർ തരുന്ന ലവ്, കംഫർട്ട് അല്ലെങ്കിൽ പെയിൻ, ഡിസ്റെസ്പെക്റ്റ്, ഇങ്ങനെ ഒരു റെപ്പറ്റേറ്റീവ് സൈക്കിളിനോട് യൂസ്ഡാ. അപ്പോൾ ഈ മാറി മാറി വരുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു നെർവസ് സിസ്റ്റമാണ് ഇപ്പോഴും നിങ്ങൾക്കുള്ളത്. അപ്പം നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു ചെറിയ എമൗണ്ട് ഓഫ് കംഫർട്ട് സീക്ക് ചെയ്ത് പിന്നെയും അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. യു നീഡ് ടു അൺലേൺ ഓൾ ഓഫ് ദിസ്. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ അവരില്ലാതെ ഇമോഷണൽ റെഗുലേഷൻ പഠിപ്പിക്കണം, അവരില്ലാതെ ഓക്കെ ആവാൻ പഠിപ്പിക്കണം. അല്ലെങ്കിൽ അവരില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണെന്നുള്ളതും എങ്ങനെ കാം ഡൗൺ ചെയ്യണം എന്നുള്ളതും ഒക്കെ നിങ്ങളുടെ നെർവസ് സിസ്റ്റം പഠിക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് ദെയർ ആബ്സെൻസ്. നിങ്ങൾക്കിപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരു ട്രോമ
ട്രോമയായി മാറി. അപ്പോൾ ആ ട്രോമ ഉള്ള അറ്റ്മോസ്ഫിയറിലേക്ക് പിന്നെയും നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മുറിവിൽ പിന്നെയും നമ്മളിട്ട് മാന്തുന്ന പോലെയാണ്. ഇനി അവരോട് കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റ് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് അതിനുള്ളിൽ നിൽക്കുക. മാക്സിമം ട്രൈ ചെയ്യുക, അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇമോഷണൽ റെഗുലേഷൻ ആണ്. ആ വ്യക്തിനെ നമ്മൾ ബ്രേക്കപ്പ് ആക്കിയെങ്കിലും അവരോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആബ്സെൻസിൽ ഒരുപാട് ഇൻറ്റൻസ് ഇമോഷൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഇമോഷൻസൊക്കെ വരുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ഭയങ്കരമായ ഒരു ടെൻഡൻസി നമുക്ക് വരും. ആ സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിനെ നെയിം ചെയ്യാനും എനിക്കിതിപ്പോൾ എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നോന്നും ഇത് ഫീൽ ചെയ്യുന്ന സമയത്ത് എന്നെ തന്നെ കാം ഡൗൺ ചെയ്യിക്കാൻ എനിക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാമെന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക. വിഷമം തോന്നുന്ന സമയത്ത്, ദേഷ്യം തോന്നുന്ന സമയത്ത്, നമുക്ക് ഭയങ്കര വെറുപ്പ് തോന്നും ചില സമയത്ത് നമ്മളോട് തന്നെ. ആ സമയത്തൊക്കെ ഈ ഇമോഷൻസ് എനിക്ക് തോന്നുന്നത് ഈ ബ്രേക്കപ്പിൻ്റെ ഒരു ഭാഗമാണ്, ഹീലിംഗ് ജേർണിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഇമോഷൻസ് തോന്നുമ്പോഴൊക്കെ ഞാൻ തിരിച്ച് അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി കംഫർട്ട് സീക്കേണ്ട ആവശ്യമില്ല. പകരം എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് എന്നെ തന്നെ സമാധാനപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും അവരെ ഫോൺ വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ രാത്രി സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ്സിങ്ങും ഭയങ്കര ദേഷ്യവും വിഷമവും വെറുപ്പും സങ്കടവും ഒക്കെ തോന്നാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ രാത്രി സമയങ്ങളിൽ ആ ഒരു തോട്ടിനുള്ള സ്പേസ് കൊടുക്കാതെ പകരം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷനെ വഴിതിരിച്ച് വിടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ടൈമിലൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസൊക്കെ ഒരു സമയത്ത് സഹിക്കാൻ പറ്റാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഇതൊക്കെ പാർട്ട് ഓഫ് ദ പ്രോസസ്സ് ആണെന്ന് മനസ്സിലാക്കി ആ ഇമോഷൻസൊക്കെ ഫീൽ ചെയ്യാനുള്ള സമയം കൊടുക്കുക. ആ ഇമോഷൻസ് നിങ്ങൾ ഡിസ്മിസ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഓൺ ഇമോഷനായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കരയണം തോന്നുമ്പോൾ കരയുക, വെൻ്റ് ഔട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആരെയും വിളിച്ച് സംസാരിക്കുക. കുറച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്ന ആൾക്കാരെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ജേർണൽ ചെയ്യുക. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സോ ഗ്രൗണ്ടിങ് ടെക്നിക്സോ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഇമോഷൻസിനെ പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ സെൽഫ് ബ്ലെയിമിങ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് ഇനി ഞാനാണ് ശരിക്കും പ്രശ്നമെങ്കിലോ, ഞാനാണല്ലോ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്നേ, ഞാൻ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇനി അയാൾ നന്നായിരുന്നെങ്കിലോ എന്നൊക്കെ കുറേ തോന്നലുകൾ നിങ്ങൾക്ക് തോന്നും. ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ വരുന്ന ഇമോഷൻസാണ് ഗിൽറ്റും റിഗ്രറ്റും ഒക്കെ. ആ ഇമോഷൻസാണ് നിങ്ങളെക്കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് വിൽ ടേക്ക് ടൈം. അതായത് നിങ്ങൾ ആ ഒരു ബ്രേക്കപ്പ് ഹീൽ ചെയ്ത് ഓക്കെ ഐ ക്യാൻ ലിവ് വിതൗട്ട് ദറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എനിക്ക് നല്ലതിനല്ലായിരുന്നു, ആ ഡിസിഷൻ കറക്റ്റായിരുന്നു എന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. ആ സമയം സെൽഫ് ബ്ലെയിം ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളെ പണിഷ് ചെയ്യാതെ ഷോ സം കൈൻഡ്നെസ് ടുവേർഡ്സ് യുവർ സെൽഫ്. നിങ്ങളുടെ പോലെ തന്നെ ടോക്സിക് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന മറ്റൊരാൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന സെൽഫ് ബ്ലെയിം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അവരെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പറയുമോ അതേ കാര്യങ്ങൾ തന്നെ നിങ്ങളോട് സ്വയം പറയുക. ഷോ സം കൈൻഡ്നെസ് ടുവേർഡ്സ് യുവർ സെൽഫ്, ബിക്കോസ് യു ഡിസേർവ് ദാറ്റ്. നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് വന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ഗിൽറ്റോ റിഗ്രറ്റോ ഒക്കെ തോന്നുന്നത്, അല്ലാതെ നിങ്ങളൊരു തെറ്റായ ഡെസിഷൻ എടുത്തുകൊണ്ടല്ലല്ലോ. നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ഡെസിഷനാണ് എടുക്കുന്നതെങ്കിൽ പോലും ഈ ഇമോഷൻസ് ഒക്കെ ഫീൽ ചെയ്യാമെന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. ടേക്ക് ആസ് മച്ച് ആസ് ടൈം യു വാണ്ട്, ബി പേഷ്യൻറ്റ് ടുവേർഡ്സ് യുവർ സെൽഫ്, ബി കൈൻഡ് ടുവേർഡ്സ് യുവർ സെൽഫ്. ഈ സെൽഫ് ബ്ലെയിമിങ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കുറേ വാട്ട് ഇഫ് ക്വസ്റ്റ്യൻസും നിങ്ങളുടെ തലയിൽ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതായത് ഇനി എനിക്കിങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി വരുന്ന ആളും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇനി എനിക്കൊരു റിലേഷൻഷിപ്പിൽ തന്നെ ആവാൻ പറ്റുമോ, ഞാൻ എങ്ങനെ ആളുകളെ വിശ്വസിക്കും എന്നൊക്കെ ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും. ഒരാളങ്ങനെ ആയി എന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ പറ്റുന്നില്ലെങ്കിൽ പോലും ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ പ്രസൻറ്റ്. ഇനി ഒരാൾ വരാമെന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ കാര്യമല്ലേ. ആദ്യം നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുന്ന കാര്യം നോക്കാം. നമ്മുടെ പാറ്റേൺസ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമുക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ ജേർണി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പോരെ ഇനി ഒരാൾ എന്നുള്ള പോസിബിലിറ്റിയെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ആ വാട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് നിങ്ങളുടെ പേടികളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ പേടിയൊക്കെ തോന്നുന്നത് നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നത് കൊണ്ടാണ്. ആക്ച്വലി ലവ് അത്ര ഡിഫിക്കൾട്ടൊന്നും അല്ല. സോ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല്, നമ്മുടെ റെഡ് ഫ്ലാഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുക. ഇനി ലാസ്റ്റ് ടിപ്പ്, റീകണക്റ്റിംഗ് വിത്ത് യുവർ സെൽഫ്. അതായത് ഈ വ്യക്തി ഇല്ലാതെ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ പേടി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ആക്ച്വലി ഈ വ്യക്തി വരുന്നതിന് മുന്നേയും ഒരു ഞാനില്ലേ?
ഞാൻ എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്ക്. ഇനി അത് അത്ര ഓർക്കാൻ സുഖമുള്ള കാര്യമല്ലെങ്കിലും ഈ വ്യക്തി ഇല്ലാതെ ഒരു നിങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഈ റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില ഹോബീസ്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ചില ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ റീഡിസ്കവർ ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഇനി ടാലൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ പറ്റി തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അവരില്ലാതെ എനിക്കിനി പറ്റില്ല ജീവിക്കാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരില്ലാതിരുന്ന കാലത്ത് ഞാൻ എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കുക. അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് അവരില്ലാത്തപ്പോഴും എനിക്ക് എന്തൊക്കെ ആ സമയത്ത് ചെയ്യാൻ പറ്റും എന്നും ആലോചിച്ച് തുടങ്ങുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയ കുറച്ച് ടിപ്സ് മാത്രമാണ് കേട്ടോ. ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു. ടേക്ക് കെയർ. ബൈ.